കർണാടകയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ വീണ്ടും മാധ്യമങ്ങളിൽ നിറയുകയാണ്. അധികാരം പങ്കിടാൻ കരാറുണ്ടെന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ വാദവും അതിനുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മറുപടിയുമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ആദ്യം ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള തന്റെ ഊഴത്തിനായി കാത്തിരിക്കുകയാണെന്നായിരുന്നു ശിവകുമാർ പറഞ്ഞത്. ഇത് സംബന്ധിച്ച ചോദ്യത്തോട് ഒരു കരാറുമില്ല എന്നായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി. എന്നിരുന്നാലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും തങ്ങൾ അതിനനുസരിച്ച് പോകുമെന്നും സിദ്ധരാമയ്യ മാണ്ഡ്യയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടിയാണ് കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിലേറിയത്. തിരഞ്ഞെടുപ്പ് ജയത്തിനു പിന്നാലെ സിദ്ധരാമയ്യയും ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഒടുവിൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുകയും ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുകയുമായിരുന്നു. അന്നു തൊട്ട് സിദ്ധരാമയ്യയും ശിവകുമാറും അധികാരം പങ്കിടൽ കരാർ ഉണ്ടാക്കിയതായി ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. 2 വർഷത്തേക്ക് സിദ്ധരാമയ്യയും ബാക്കി ടേമിൽ ശിവകുമാറും എന്നതാണ് ധാരണ എന്നായിരുന്നു റിപ്പോർട്ട്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി 2025-26 ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അധികാര കൈമാറ്റം നടത്തുമെന്നും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനിടെ സിദ്ധരാമയ്യയുടെ പ്രതികരണത്തിന് മറുപടിയുമായി DK ശിവകുമാറിൻ രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എതിർപ്പില്ല. മുഖ്യമന്ത്രി പറയുന്നത് അന്തിമമാണ്. ഞാൻ എപ്പോഴും ആ കസേരയോട് വിശ്വാസ്യതയും കൂറുമുള്ളവനാണ്. ഞാൻ പാർട്ടിയോട് വിശ്വസ്തനാണ്. മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ ചോദ്യങ്ങളോ ചർച്ചകളോ ഇല്ലെന്നും ശിവകുമാർ പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ 224 അംഗ നിയമസഭയിൽ 135 സീറ്റിലും വിജയിച്ചാണ് കോൺഗ്രസ് അധികാരം പിടിച്ചത്. തുടർഭരണം മോഹിച്ചെത്തിയ BJP 66 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ JDS 19 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്.